ഞാൻ നസീമ, കണ്ണൂർ ജില്ലയിലെ ജൈവകൃഷി മേഖലയിൽ ഓർഗാനിക് ഫാം പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു കർഷകനെ കാണാൻ വന്നതാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇത് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും, അതായത് എല്ലാ വിളകൾക്കും പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു മരുന്നാണ്. അതായത് കൊമ്പൻചെല്ലി വരില്ല, ചെമ്പൻചെല്ലി, അതുപോലെ തന്നെ കാട്ടുപന്നി വരില്ല. ഇങ്ങനെയൊക്കെ ഇതിന് പ്രത്യേകത പറയുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ വരാൻ വേണ്ടി കാരണം, കർഷകരുടെ അടുത്ത് വരാൻ വേണ്ടി കാരണം, അദ്ദേഹം കിലോ കണക്കിന്, കാരണം ഒരു വർഷത്തിൽ ഒരുപാട് കിലോ കണക്കിന് അദ്ദേഹം വാങ്ങും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ട്? അദ്ദേഹം പറഞ്ഞു, പ്രത്യേകതയുണ്ട്, എൻ്റെ കൃഷിയിടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം ഒന്ന് കാണാം. അതിനുശേഷം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അതായത് നമുക്ക് കുറെ നാളുകളായിട്ട് ഹോമിയോ അഗ്രോ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പേരെന്താ? ജോണി ചേട്ടൻ. ജോണി ചേട്ടാ, പിന്നെ ഇത് എത്ര വർഷമായി ജോണി ചേട്ടൻ? 5 വർഷമായി ഹോമിയോ അഗ്രോ ഉപയോഗിക്കുന്നു അല്ലെ? ഇത് ആദ്യമായിട്ട് ഇത് പിന്നെ വാങ്ങാനുണ്ടായ കാരണം എന്താ? വാട്സപ്പിൽ കണ്ടിട്ട് വാങ്ങിയത് അല്ലെ? അപ്പൊ ആ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? പന്നി ശല്യം ഉണ്ട്, കൂമ്പ് ചീയലും, അതുപോലെ ചെമ്പൻചെല്ലി ഉണ്ടായിരുന്നു അല്ലെ? ആ ഒരു പ്രശ്നത്തിനാണ് ചെമ്പൻചെല്ലി പോയോ? ഞാനിപ്പോ വന്നപ്പോ കണ്ടു അല്ലെ, തെങ്ങിനൊക്കെ നല്ല കായ്ഫലം ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് പൊതുവെ കർഷകര് നമുക്കൊന്നും ലാഭമില്ല, നഷ്ടമാണെന്ന് പറയുന്നത്. അപ്പൊ ജോണി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടം പറയാൻ കഴിയില്ല. അധ്വാനിച്ചോണ്ടിരുന്നാൽ 4 മാസം കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടും. 4 മാസം കൂടുമ്പോ ഉപയോഗിക്കണം അല്ലെ? അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഞാൻ ഒരു സീസൺ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. മഴക്കാലത്ത്, വേനൽക്കാലത്ത് ഉപയോഗിക്കില്ല. മഴ തുടങ്ങുമ്പോ ജൂൺ മാസം തൊട്ട് ഡിസംബർ വരെ, ഡിസംബർ 2 പ്രാവശ്യം. അതല്ലേ? ഒരു വർഷം എത്ര കിലോ വാങ്ങുന്നുണ്ട്? ഇതിപ്പം 3 കിലോ 4 കിലോ 4 കിലോ വാങ്ങുന്നുണ്ടല്ലേ ഒരു വർഷം? ഇതിനെ കൊണ്ട് അത്രയും റിസൾട്ട് ജോണി ചേട്ടന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ സാധാരണ രീതിയിൽ ഇത് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നതാണ്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. ഒറ്റയൊരിക്കൽ ഉപയോഗിച്ച് പിന്നെ അവിടെ നിർത്തും. അപ്പൊ അങ്ങനെ വിഷയമല്ല. 4 മാസം കഴിയുമ്പോ അത് പിന്നെ വരും. നമുക്ക് പനി വരെ മഴക്കാലത്ത് വരില്ല. ജൂൺ മാസം കഴിഞ്ഞാൽ മെയ് ഡിസംബർ വന്നിരിക്കും. ആ സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് കൃഷി നശിപ്പിക്കുന്നില്ല. കൂമ്പ് കുറുകുന്നതിന് ഇത് മടക്കി വെച്ച് കൊടുത്താല് ആ കൂമ്പ് കയറി വരുന്നുണ്ട്. കുറുകലും പോകുന്നുണ്ട്. അതിപ്പോ ഞാൻ അല്ല, നിങ്ങൾ വാങ്ങുന്നേ കണ്ടു. പിന്നെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആ തൈകളെ ഒരു ഇതൊക്കെ ഞാൻ കണ്ട സമയത്ത് ഒരു സന്തോഷം, വല്ലാണ്ട് സന്തോഷം തോന്നി. അപ്പൊ ഏതായാലും അത് ഉപയോഗിച്ച ആളോട് നമുക്ക് ചോദിക്കണ്ടേ, അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ വളം എന്താ ഉപയോഗിക്കുന്നത്? ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നല്ല എന്നാ പറയാ, റിസൾട്ട് കിട്ടിയിട്ടുള്ള അല്ലേ? നമ്മളിപ്പോ ഇത് വാങ്ങലില്ല, കാരണം സാധാരണ എന്നോട് ഒരു ഗ്രാം വാങ്ങുന്ന ആളാണ്. അപ്പൊ കിലോ വരുന്നോണ്ട് എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാണ്ട് വാങ്ങൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റിസൾട്ടും കൂടി ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾ ചോദിക്കുന്നത്. അപ്പൊ
സന്തോഷത്തോടെ എനിക്ക് പറയാൻ പറയാം കുഴപ്പമില്ല ഉപയോഗിക്കാം 2 പ്രാവശ്യം ഉപയോഗിച്ചാല് വെള്ളത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചാല് പ്രശ്നങ്ങളില്ലാണ്ട് പോകും അല്ലെ. അതിന്റെ കൂടെ നമുക്ക് ജൈവവളം ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, വളരെ സന്തോഷം ഇത് പറഞ്ഞു തന്നതിൽ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകതയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത് നമ്മളിപ്പോ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഈ പന്നി പ്രശ്നമാണെന്ന് വളർച്ചയൊക്കെ എങ്ങനെ? ഒരു പച്ചക്കളറുണ്ട്, ഹരിതക്കളറുണ്ട്. വെയിലില് കുറച്ച് ചൂട് കൊടുക്കാനുള്ള പ്രതിരോധം കാണുന്നുണ്ട് അല്ലെ. ഒരു പ്രതിരോധ ശേഷി കിട്ടുന്നുണ്ട്. ചൂടിനെ കുറയ്ക്കാനുള്ള പ്രതിരോധം നമ്മൾ മുകളിലൊക്കെ കൗന്തി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ മറയാൻ കുത്തിയിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. നല്ല നല്ല ഇതിൽ കണ്ടു ഞാൻ. ഏതൊക്കെ വിളകളാണ് ഉള്ളത്? ഇപ്പോൾ എല്ലാ കൂട്ടവും ജാതിയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ഞാൻ സാധനം ഉപയോഗിക്കും. തെങ്ങിനും കവുങ്ങും. എത്ര ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്? 10 ഏക്കർ. 10 ഏക്കറിൽ ചെയ്യുന്നുണ്ട് അല്ലെ. ജാതിക്ക, കവുങ്ങ്, തെങ്ങ് അല്ലെ. തെങ്ങിനൊക്കെ നല്ല തേങ്ങ കണ്ടു. ഓക്കെ, വളരെ സന്തോഷം പറഞ്ഞതില്. ഓക്കെ, താങ്ക് യു ജോണി ചേട്ടാ. അപ്പൊ ഇനിയും നമുക്ക് ഇനിയും സാധനങ്ങൾ എന്തായാലും ഭൂമി അഗ്രൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോ കണ്ടത്. അതുകൊണ്ട് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിന്റെ ഉപയോഗക്രമം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന അനുപാതത്തിൽ, അതായത് 100 ഗുളിക എന്ന അനുപാതത്തിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടികളുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട വലിയ തൈയാണെങ്കിൽ ഗുളികയുടെ എണ്ണം കൂട്ടുക. 2 ഗ്രാം, 4 ഗ്രാം, 6 ഗ്രാം എന്നതിൽ എണ്ണം കൂട്ടിയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഇത് കൊടുക്കേണ്ട യൂസർ മാനുവൽ ഇതിനുണ്ടാവും, അതായത് ഉപയോഗക്രമം. ഓരോ ചെടികൾക്കും ഏത് സമയത്ത് എത്ര എണ്ണം എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് തന്നെ ഇത് കൊടുക്കണം.